അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ കുട്ടികളൊക്കെ കാണാൻ വേണ്ടി നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് മറ്റിയിട്ടുണ്ടാവില്ല. ഞാൻ ഡയറക്റ്റ് ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഇന്ന് കുറച്ച് തിരക്കാണ്. ആർക്ക്? മാളൂന്. അടുക്കളയിൽ കുറച്ച് തിരക്കാണ്. നമുക്ക് 4-5 മൂല്യന്മാരൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ പറഞ്ഞു കൊടുക്കുക എന്തൊക്കെയാണ്? 5 മൂല്യന്മാരുണ്ട്. അതെ, രാവിലെ 5 ആൾക്ക് ചായ, ഉച്ചക്ക് ഒരാള്, രാത്രി ഒരാള്, വൈകുന്നേരം ഒരാള്. അതെ. അപ്പൊ അവർക്ക് ഫുഡ് ഉണ്ടാക്കലും ഒക്കെ കൂടെയാണ്. ഭയങ്കര തിരക്കാണ്. എന്താ പറയാ, ഞാന് ഫുള്ള് തിരക്ക്. നമുക്ക് ബേജാറല്ലേ, ഒന്നും എങ്ങനെയാണ് ആ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. നമ്മൾ പുറത്ത് നമ്മളെ പെരയില് ഭക്ഷണം ഉണ്ടാക്കണ വീക്കല്ലേ, നമുക്ക് കൊടുത്തേക്കാനുള്ളതല്ലേ. അപ്പൊ പൊതുവെ നമുക്കൊരു ഇതാണ്, പ്രത്യേകിച്ച് സമാധാനം കിട്ടൂല. എങ്ങനെയെങ്കിലും ആ ഭക്ഷണം നന്നാക്കി കൊടുത്തേക്കണം, അങ്ങനെ ചിന്തന. പെരി നമ്മൾ എന്ത് കാട്ടിക്കൂട്ടിയാലും കുഴപ്പമില്ല. ചിലവരൊക്കെ പൈസ കൊടുത്തിട്ട് പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കാൻ ഉസ്താദ്മാര് അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയാണല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഭക്ഷണം കൊടുക്കണം എന്ന് അഭിപ്രായമുള്ള ആളാണ്. എനിക്ക് ഭയങ്കര പേടി. എന്റെ മനസ്സിലോ അത് തെയ്യൂലേ, നന്നാവൂലേ, ഇപ്പൊ ഏറുവോ, അങ്ങനൊക്കെ ഒരു ബേജാറാണ്, ഒരു വെപ്രാളൊക്കെ കൂടി. അപ്പൊ അതിന്റെ ഇടയിൽ കൂടി എന്താ പറയാ, എന്റെ ഒരു സുഹൃത്ത് എപ്പോഴും പറയും, ഈ ഉസ്താദ്മാർക്ക് ചോറുള്ള ദിവസം ഞാൻ എന്തായാലും പുറത്തുനിന്ന് കഴിക്കാതെ വീട്ടിൽ തന്നെ വരും. അപ്പൊ അവൻ ചോദിക്കും, എന്തായാലും ഇന്നൊരു വീട്ടിൽ പോകും. ഞാൻ പറയുന്നത് ഉസ്താദ്മാർ ചെലവുണ്ട്, അപ്പൊ നല്ല അടിപൊളി ഫുഡായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീൻകറിയും നമ്മൾ അടിപൊളിയായിട്ട് ഉസ്താദ്മാർ കൊടുത്തേക്കൂലേ. അതെ അതെ. എന്റെ മോനും ഏതായാലും ആ ഭാഗ്യമുണ്ട്, നല്ല ഫുഡ് കഴിക്കാം. എന്താ പറയാ, ഒരു ഉസ്താദിനെ ഭക്ഷണം ഉണ്ടാക്കാൻ തന്നെ അത്രക്കും ആ ഒരു ഉമ്മയായാലും ആരായാലും അത്രക്കും മനസ്സിക്ക് അത്ര സന്തോഷത്തിലാണ് ആ ഫുഡ് ഉണ്ടാക്കുന്നത്. നമ്മളെ പെരിയിലാണെങ്കിൽ എളുപ്പമാണ് പണി തീർക്കണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിച്ചത്. ഇത് അങ്ങനല്ല, തലേന്നേ ഒരുങ്ങി ഇനിയിപ്പോ നാളെ എന്താ ഉണ്ടാക്കുക, കറി അത് ഉണ്ടാക്കാം, എന്താണ് എന്താ പറയാ, ഉപ്പേരി നമുക്ക് അത് ഉണ്ടാക്കട്ടെ, അങ്ങനെ ചർച്ച ചെയ്യണം. എന്നിട്ട് നേരം വെളുത്ത് നീച്ചിട്ട് വളരെ സ്നേഹത്തോടെ റബ്ബേ ഇത് നന്നാവണം, ഉസ്താദിനെ ഇഷ്ടപ്പെടണം, അങ്ങനെ നല്ല രീതിയിൽ ആ ഫുഡ് ഉണ്ടാക്കി കൊടുത്തേക്കുമ്പോൾ നല്ലൊരു ഭക്ഷണമല്ലേ. മറ്റോ നല്ല അല്ല, നമ്മളൊരു പ്രത്യേക ഒരു ഇതാണ് ഈ കാര്യം. അപ്പൊ എന്താ പറയാ, ഉസ്താദ്മാർക്ക് ശരിക്കും ഭാഗ്യമാണ്, ഫുഡില് ഭാഗ്യമുണ്ട്. ഇല്ലേ, അതാ നല്ല അടിപൊളി ഫുഡ്. ഉച്ചക്ക് ആയിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ, ഉച്ചക്ക് കൊടുത്ത ചോറ് എങ്ങനെയാണല്ലോ നമ്മള് രാത്രി കൊടുക്കൂല. ചോറല്ല കൂട്ടാന് ഒന്ന് ഇപ്പൊ ഡിഫറെന്റ് ആക്കുമല്ലോ. അപ്പൊ ഏതായാലും ഉസ്താദും ചെലവൊക്കെയാണ്. വേറൊരു സംഭവം കൂടി എന്റെ കൂടെ പറയാണ്ട്. അപ്പൊ ഇതിന്റെ ഈ തിരക്കിന്റെ ഒക്കെ ഇടയിൽ കൂടിയാണ് നമ്മളെ കാണാൻ വേണ്ടിട്ട് നമ്മളെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് അല്ലേ, ഒരു ഉപ്പയും 2 മക്കളും കൂടി നമ്മളെ കാണാൻ വേണ്ടി, പ്രത്യേകിച്ച് സ്പെഷ്യലി നമ്മളെ പൊന്നൂനെ കാണാനാണ് അവർ വന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ അവര് വന്നെങ്കിൽ കൂടിയിട്ട് അവരെ ഫുൾ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും കൂടിയിട്ട് അവരെ വീഡിയോ ഒക്കെ ഇതിൽ എടുത്തിട്ടുണ്ട്. ആ 2 പൊന്നു മക്കളും ഉപ്പയും കൂടി വന്നിട്ട് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. പണിന്റെ ഇടയിൽ കൂടി വന്നതുകൊണ്ട് വേണ്ടത്ര അവർ അങ്ങനെ ഗവനിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓരോട് മര്യാദ സംസാരിക്കാനോ പറ്റിയില്ല. അപ്പൊ പണിന്റെ ടൈമിലായതുകൊണ്ട് അപ്പൊ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ റസാഖാണ് അദ്ദേഹത്തിന്റെ പേര്. ഇനിയും വരണം ഇൻഷാ അല്ലാ. അതെ അതെ. അപ്പൊ നമ്മളെ റസാഖ്, അതുപോലെ തന്നെ റസാഖിന്റെ 2 കുട്ടികളും നമ്മളെ വിചാരിച്ചു വന്നതല്ലേ. അപ്പൊ പൊന്നൂനെ കാണാൻ വേണ്ടി മക്കള് തിരക്കൂടിയിട്ട് വന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും എല്ലാരും വീഡിയോ ഒക്കെ ഒന്ന് കാണാം. അപ്പൊ ഇന്നത്തെ ഉസ്താദ്മാർക്ക് ഉണ്ടാക്കിയ ഫുഡ് കാര്യങ്ങൾ, അതിന്റെ എല്ലാ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട്, അതുപോലെ തന്നെ റസാഖ് എന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ നല്ലൊരു പ്രത്യേക ഒരു സംഭവം തന്നെയാണ്. അദ്ദേഹം കുറെ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് ഞങ്ങളെ കൂടെ ഇന്ന്. അതെ, റസാഖ് നല്ലൊരു പെയിന്ററാണ്, ഇന്റർലോക്ക് ഒക്കെ ഡിസൈൻ ചെയ്യണം, പെയിന്റ് ചെയ്യണ ആളാണ് അല്ലേ. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് കാണുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ വീഡിയോ. അതെ. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക വീഡിയോ. നിങ്ങളെ എന്താ പറയാ, ഷെയർ ചെയ്യുക, പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇന്ന് കുറച്ച് വൈകിട്ട് ഞാൻ ഒരു 6 മണി, ഞാൻ 5:30 അലാറം വെച്ചിരുന്നു. പക്ഷേ 5 മണിക്ക് 5:30 നീക്കാൻ പറ്റില്ല, 5:45 കഴിഞ്ഞാണ് ഞാൻ നീച്ചപ്പോൾ. അപ്പം സുബിസ്കാരം എന്തൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, ചായ വെച്ച് ഇത് ഒരു പാത്രത്തിൻ്റെ മേലെ ഇട്ട്, ഞാൻ നിലത്താണെന്ന് വിചാരിക്കേണ്ടെന്ന്, പാത്രത്തിൻ്റെ മേലെ വെച്ചിട്ടാണ് തിരിക്കണത്. എന്താ പറയുക, നമ്മൾ നൂൽപുട്ടിൻ്റെ തട്ടിൻ്റെ മേലെ ഒരു വാഴൻ്റെ ഇല വെച്ചാൽ സൂപ്പറായിട്ട് നമുക്ക് കിട്ടും. ഇത് പിന്നെ കറിക്കുള്ള തേങ്ങ വറുക്കാൻ വെച്ചതാണ്.
ചായ ഇതവിടെ തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ എന്താ പറയുക, എൻ്റെ ഫേസ് ഒന്നും കാണിക്കാതെ വെച്ചാൽ മുണ്ട് മേലേക്ക് കിട്ടിക്കാണ് ഞാൻ സ്പീഡിൽ പണിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വരാത്തത്. ഭാവിയാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ഇഡ്ഡലി അതിൽ ഓരോ 2 വീതം അപ്പായി കണ്ടാൽ ചൂടണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊന്നൂന് മദ്രസക്ക് പോകാണ്ട്, പൊന്നൂന് ഞാൻ പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞുകാണ്ട് അതിൽ നൂൽപുട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പഞ്ചസാര ഇട്ടുകാണ്ട് അത് തിന്നാൻ കൊടുത്ത് അപ്പോൾ ഓന് മദ്രസ പോയി. ഓന് 7:45 മദ്രസ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ 7:45 ഓന് മുന്നേ പോയിക്കന്നെ കുട്ടികൾ വന്നിട്ടാ. ഓല് പിന്നെ ഇത് നമ്മളെ മോനുവിൻ്റെ ഫ്രണ്ട്സുകളാണ്. ഓൾക്ക് ഭയങ്കര മിസ്സിങ്ങാണ്. മോനുവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് സൈക്കിൾ ഒക്കെ നടക്കുന്ന കുട്ടികളാണ്. ഭയങ്കര ഇഷ്ടമാണ്. മോനുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുകളാണ്. അപ്പോൾ അവർക്ക് ഒരു ഭാവനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. പിന്നെ അവർക്ക് ചായ കൊടുത്ത് രണ്ടാളും ഓള് ചായ കുടിക്കണതിൻ്റെ ഇടയിൽ കൂടി ഇതാ ഈ ഫ്ലാസ്കിലാട്ടോ ചായ കൊണ്ടുപോകണത്. 5 ആക്കുള്ളതല്ല. പിന്നെ ഞാനപ്പോൾ ഇങ്ങനെ പാത്രത്തിലാക്കി എല്ലാം. പിന്നെ ഭാവൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല, എല്ലാം ചെയ്യാൻ ഇതിനെ കുറിച്ചാറാണ്. ഓല് പിന്നെ സൈക്കിൾ മേലാട്ടത് കൊണ്ടുപോകണത്. സൈക്കിൾ കൊണ്ടുപോവാ അതുപോലെ എക്സ്പീരിയൻസ് ആണ്. 2 സൈക്കിൾ മത്താനല്ലേ അതുകൊണ്ട് നല്ല നോക്കി കണ്ടു പോയിക്കോളി ആ. നല്ലേ കുറച്ച് ഉന്തി കൊണ്ടുപോയല്ലേ ആ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. നമ്മളെ കാണാൻ വേണ്ടിയിട്ട്, നമ്മളെ കുട്ടികളൊക്കെ കാണാൻ വേണ്ടി നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ്, ഇത് നമ്മളെ റസാക്ക്, അവരെ 2 പിഞ്ചു ഓമന മക്കളും കൂടി വന്നിട്ടുണ്ട്. എന്തൊക്കെ മോളെ സുഖല്ലേ? അതിൻ്റെ പേരെന്താ മോനെ? മുഹമ്മദ് നിഷാദ്. അപ്പോൾ വീട്ടിൽ നിന്ന് നേരെ വരിക? ആ ഇതിനായിട്ടില്ല ഇതിനായിട്ടുണ്ടെങ്കിൽ. അവ ഏതായാലും നല്ല സന്തോഷമായി അല്ലേ? കാണാൻ പറ്റിയില്ലേ? അപ്പൊ ഞങ്ങൾക്കും നല്ല സന്തോഷം ഞങ്ങളെ കാണാൻ വന്നില്ലേ കേട്ടോ. അപ്പൊ റസാക്കെ ചോറുന്ന സമയമില്ലല്ലോ? എന്നായിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ ഉച്ചക്കത് സാമ്പാർ, പയറുപ്പേരി, പപ്പടം, പിന്നെന്താ മത്തി പൊരിച്ചതാണ് ഇന്ന്. മീനൊന്നും കിട്ടിയിട്ടില്ല, മത്തി മാത്രമാണ് കിട്ടിയത്. അപ്പോൾ കുഞ്ഞിപ്പ വരാൻ കാത്തൊന്നും ചെയ്ത്. കുഞ്ഞിപ്പ വന്നതിൻ്റെ ശേഷമാണ് അതാ മത്തി ഓർക്ക് മാത്രം ഒരാളുള്ളൂ കേട്ടോ ഉച്ചക്ക് ചോറിന്. അവർ 4 മത്തി പൊരിച്ചിട്ട് അതും വെച്ചുകൊടുത്ത്. പിന്നെന്താ എന്നും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിക്കാണ് ഞാൻ ചമ്മന്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാനിന്ന് എന്താ പറയുക, ഒരു നേരത്തേനെ വന്നോണിക്ക് അതിനൊന്നും ടൈം കിട്ടിയില്ല. ചോറ് ഒരാൾക്കായതുകൊണ്ട് ആ പാത്രം നിറയെ ചോറ് വിളമ്പി. പിന്നെ പപ്പടം, എന്താ പറയുക, പയറുപ്പേരി, അതന്നെ ഇന്ന് കൂട്ടാനുള്ളൂ. രാവിലെ വന്ന അവർ തന്നെ കേട്ടോ ഉച്ചക്കും വന്നിട്ടുള്ളത്. ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ടാണ് അവർക്ക് ഉച്ചയ്ക്ക് വരാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക, അതല്ലെങ്കിൽ ഫുഡിന് പൈസ കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ ഏതായാലും ഇന്ന് അല്ലേ നമ്മളെ ചിലവ്, മോചേരി ചിലവ് ഏതായാലും കൊണ്ടുപോയിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയി, ഇപ്പോൾ ചോറും കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ പോകണേ. അപ്പോൾ ഐറ്റംസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കൂടി ഞങ്ങൾ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരുന്നത് ഐറ്റംസ് അല്ലേ. മത്തി പൊരിച്ചത് എവിടെ? മത്തി പൊരിച്ചത്, പയറുപ്പേരി, സാമ്പാർ, പപ്പടം, ലേശം ചക്കക്കൂട്ടാന്. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇട്ടാ. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ചക്കക്കൂട്ടാനാണ്. പിന്നെ ഉണ്ടാക്കണതിന്റെ അടിയിലൊന്നും എനിക്കിന്ന് വീഡിയോ പറയാനോ ഒന്നിനും പറ്റിയിട്ടില്ല. കൂടി നടക്കൂലേ, വീഡിയോ സംസാരിക്കലും ഭക്ഷണം ഉണ്ടാക്കലും കൂടി നടക്കും. സമയം ഉണ്ടെങ്കിൽ നടക്കും, സമയമില്ലാത്തതുകൊണ്ട് അതാണ് നേരം വൈകിക്കണേ, രാവിലെ തന്നെ നേരം വൈകിക്കണേ. അതെ. പിന്നെ ഉച്ചക്ക് ഇന്ന് എന്ത് ചെയ്തേ, ഒരു 11:30 ആയിക്കന്നെ ചോറിന്റെ പാത്രം കുട്ടികൾ വന്ന് സ്കൂളൊന്നും ഇല്ലാത്ത പെടഞ്ഞുണ്ടാക്കി. ഓല് ഇങ്ങനെ വെയിറ്റ് ചെയ്യല്ലേ പൊട്ടന്മാര്. എന്ന് വെച്ചാല് ചെറിയ മക്കളല്ലേ, നമ്മളെ മോനിന്റെ ഒപ്പമുള്ളതല്ലേ, അവർക്ക് അറിയില്ലല്ലോ ഇപ്പൊ ഇതായിട്ടുണ്ടാവില്ലേ. ഓല് നേരെ പാത്രത്തിലാണ് പോന്നിക്കണേ. എന്നും 1 മണിയൊക്കെ ആവും ചോറിന് വരാന്. പക്ഷെ ഇന്ന് 11:30 വന്നോണ്ട് ഞാൻ സ്പീഡില് പെട്ടെന്ന് ഉണ്ടാക്കി. അപ്പൊ എന്ത് ചെയ്ത്, ഓല് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ, അപ്പൊ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്ത് വീഡിയോ സംസാരിക്കാനൊക്കെ ഭാവം ഇങ്ങനെ എടുത്തു പോന്നിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് പുറകെ ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എടുക്കും. ഞാൻ എനിക്ക് പറ്റുന്നൊക്കെ പറയും, അങ്ങനെ എടുത്താണ്. ഞാൻ സംസാരിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ അതാണ് സംഭവം, അല്ലാതൊന്നുമില്ല. അപ്പൊ കഴിക്കണ്ടാ
കുട്ടിമാനൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. രാവിലെ ചോറുണ്ടാക്കിയിട്ടില്ല. മറ്റേ ഒന്ന് രാവിലെ ഞാൻ ചോറും പരിപാടി വെച്ചു എനിക്ക് വെക്കാണ്ടായതുകൊണ്ട്. അപ്പൊ തിന്നോളി. അപ്പൊ നോക്കെ കഴിക്കാം. അപ്പൊ വൈകുന്നേരം ചായ സ്പെഷ്യലി സാധനം കേട്ടാ, ചൂടുണ്ട്. ഇതെന്താ മനസ്സിലായ? ചക്കക്കൂട്ടാനാണ് 4 മണി ചായക്കുന്നത്. അവിടെ ക്ലിയർ ഉണ്ടാ? കണ്ടില്ലേ? കട്ടൻ ചായയും പിന്നെ ഒരാളുള്ളൂ കേട്ടോ, ഒരു സ്റ്റാവുള്ളൂ. ബാബാ പോയോക്കാം സാറ്റർഡേ മദ്രസക്ക് ചായ ഉണ്ട് കൊടുക്കാൻ. ഞാൻ എന്തിനാ മദ്രസക്ക് പോയില്ലോ, ആണുങ്ങളല്ലേ പോവാ. ഇത് കളിച്ചോ, കൊണ്ടേ കൊടുത്തോണ്ട് വാ. വേറെ കളിക്കാന്. അപ്പൊ അതാ പോണേ. വണ്ടി ഇല്ല കേട്ടാ, വണ്ടി സ്കൂട്ടി കുട്ടിമോൻ കൊണ്ടുപോകണോണ്ട് നടന്നിട്ടാണ് പോണത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. ഉസ്താദിൻ്റെ ചിലവ് എന്താ പറയുക ധൃതിയിലെടുത്തുകൊണ്ട് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വരുമാരെ എല്ലാവർക്കും ബായ്.